നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൻ്റെ കരിയറിൽ ഞാൻ കണ്ട ഏറ്റവും മികച്ച താരം നെയ്മർ ജൂനിയറാണ്. പറയുന്നത് ആരാ? ലിയോ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും സിനദിൻ സിദാനും ഇനിയേസ്റ്റയ്ക്കും ഒക്കെ കൂടെ കളിക്കളത്തിലിറങ്ങി. അത് എതിരാളിയായിട്ടാവാം, സ്വന്തം ടീമിലാവാം. അങ്ങനെ കളിച്ചിട്ടുള്ളയാളാണ് പറയുന്നത്. ജിയാൻ ലൂയി ബഫണാണ് പറയുന്നത്. ആ ബഫൺ തന്നെ പറയുന്നുണ്ട് 5 ബാലൺ ഡിയോർ നേടേണ്ടവനായിരുന്നു നെയ്മർ ജൂനിയർ എന്ന്. ബഫണിൻ്റെ ഈ വാക്കുകൾ മുന്നിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്ത് നെയ്മറോട് ചോദിക്കുന്നു, നിങ്ങളുടെ കരിയറിൽ നിങ്ങളിപ്പോൾ ഖേദിക്കുന്നുണ്ടോ? കാരണം പോരാട്ടങ്ങളേറെ കണ്ട മഹാരഥന്മാരോടൊപ്പം കളിക്കളത്തിൽ പോരടിച്ച മഹാരഥനായ താരം, ഫുട്ബോൾ എന്തെന്ന് കൃത്യമായിട്ടറിയാവുന്ന താരം ജിയാൻ ലൂയി ബഫണാണ് പറയുന്നത് 5 ബാലൺ ഡിയോർ നേടേണ്ടവനായിരുന്നു നെയ്മർ ജൂനിയർ എന്ന്. എന്നിട്ടിപ്പോൾ ആ താരത്തിന് കരിയറിൻ്റെ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒറ്റ ബാലൺ ഡിയോർ പോലുമില്ല. അപ്പോൾ കരിയറിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പിഴച്ചുപോയോ? നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കരിയറിൽ? ചോദ്യം നെയ്മർ ജൂനിയറുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു RMC സ്പോർട്ടിൻ്റെ ഇൻ്റർവ്യൂവർ അവതാരകയുടെ ചോദ്യം. ഇപ്പോൾ RMC സ്പോർട്ട് നെയ്മർ ജൂനിയറുടെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളും ചോദിക്കുന്ന കൂട്ടത്തിലാണ് ഈ ചോദ്യം, ചങ്കിൽ തറക്കുന്ന ചോദ്യം. അവരുടെ ചോദ്യം കൃത്യമായിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. ജി ബഫൺ, നിങ്ങളുടെ മുൻ ടീംമേറ്റ്, ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കരിയറിൽ കളിച്ചിട്ടുള്ള ഏറ്റവും മികച്ച താരമെന്ന്. അദ്ദേഹം മെസ്സിക്കെതിരെയും റൊണാൾഡോ, സിദാൻ, ഇനിയേസ്റ്റ എന്നിവരോടൊപ്പവും എതിരെയും ഒക്കെയായിട്ട് കളിക്കളത്തിൽ നിന്നിട്ടുള്ളയാളാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, നിങ്ങൾ 5 ബാലൺ ഡിയോറെങ്കിലും നേടേണ്ടവനായിരുന്നു എന്ന്. നിങ്ങൾക്കിപ്പോൾ റിഗ്രറ്റ് ഉണ്ടോ നിങ്ങളുടെ കരിയർ അനലൈസ് ചെയ്യുമ്പോൾ? നിങ്ങളുടെ കരിയർ, ഇതുവരെയുള്ള കരിയർ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് ഖേദമുണ്ടോ? നെയ്മറുടെ മറുപടി, തീർച്ചയായിട്ടും ഞാൻ ഈ നല്ല വാക്കുകൾക്ക് നന്ദി പറയുകയാണ്. എസ്പെഷ്യലി ഫുട്ബോൾ ചരിത്രത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പേഴ്സിൽ നിന്നാണ് ഈ വാക്ക് ഞാൻ കേൾക്കുന്നത്. ഫുട്ബോൾ നന്നായിട്ടറിയാവുന്ന ഒരാളിൽ നിന്ന്. തീർച്ചയായിട്ടും അത് ഇൻക്രെഡിബിളാണ്. എല്ലാ ദിവസവും നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, നമ്മൾ കളിക്കുന്നു എല്ലാ ആഴ്ചയിലും. നിങ്ങളുടെ ജീവിതം ഫുട്ബോളിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ രൂപത്തിൽ നിങ്ങളെ ഒരാൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഗ്രേറ്റ് എന്നേ പറയാനുള്ളൂ. ജി ബഫൺ ഫുട്ബോൾ കളിച്ചിട്ടുള്ളവരിൽ, ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിൽ ഒരാളാണ്. ഞങ്ങൾ ടീംമേറ്റ്സ് ആയിരുന്ന ഘട്ടത്തിൽ PSG വെച്ച് വലിയ സുഹൃത്തുക്കളായി മാറി. ഒരിക്കലും അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റി. ഞാൻ അദ്ദേഹത്തെ വോവോ, പാപ്പി തുടങ്ങിയ പേരിലൊക്കെ വിളിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നെയ്മർ ചിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഒബ്വിയസ്ലി എനിക്ക് അദ്ദേഹത്തോട് വലിയ അഫെക്ഷനുണ്ട്. അദ്ദേഹം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സഫർ ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് പോരാടിയിട്ടുണ്ട്. ഒരുപാട് സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ ഞങ്ങൾക്ക് PSG ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹം ഈ പറഞ്ഞതിന് അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. ഫുട്ബോൾ ഇന്ന് കളിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നമ്മളൊരു കാര്യത്തെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യും, മറ്റെല്ലാം നമ്മൾ മറക്കും. എന്നിട്ട് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് കളിക്കളത്തിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. ഞാനിപ്പോൾ ഫീൽഡിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമത്തിലാണ്. എത്രയും ക്വിക്കിലി എനിക്ക് മടങ്ങി വരണം, എൻ്റെ ക്ലബിനോടൊപ്പവും എൻ്റെ രാജ്യത്തോടൊപ്പം കളിക്കണം. അത് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ, മറ്റ് കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അതായത് കരിയർ മോശമായെന്നോ, എത്തേണ്ടിടത്ത് എത്തിയില്ലെന്നോ, ബാലൺ ഡിയോർ കിട്ടിയില്ലെന്നോ എന്നൊന്നും അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നില്ല. തിരികെ വരണം, ക്ലബിനോടൊപ്പവും രാജ്യത്തോടൊപ്പവും കളിക്കണം, അതിനപ്പുറത്തേക്കൊരു ചിന്തയില്ലെന്ന് നെയ്മർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.